നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. വീണ്ടും പലിശ നിരക്ക് കുറയ്ക്കാൻ ഒരുങ്ങി ബാങ്ക് ഓഫ് കാനഡ. തുടർച്ചയായി മൂന്നാം തവണയും പലിശ നിരക്ക് കുറയ്ക്കുമെന്നും വായ്പാ ചെലവ് കുറയ്ക്കുന്നതിനുള്ള പ്രക്രിയ തുടരുമെന്നും സാമ്പത്തിക വൃത്തങ്ങളിൽ പരക്കെ പ്രതീക്ഷിക്കുന്നു. സെൻട്രൽ ബാങ്ക് അതിന്റെ ബെഞ്ച് മാർക്ക് പലിശ നിരക്ക് 0.5% കുറച്ച് 4.25% കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ജൂലൈയിൽ 0.25% കുറഞ്ഞ പലിശ നിരക്ക് 4.50-ലെത്തിയിരുന്നു. കുറയുന്ന പലിശ നിരക്ക് വിപണിയെ പഴയ ഊർജ്ജസ്വലതയിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് കനേഡിയർ. തോക്കുപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിയമം ഉടൻ നടപ്പാക്കണമെന്ന് ലിബറൽ സർക്കാരിനോട് വനിതാ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള നിരവധി സിവിൽ സൊസൈറ്റി സംഘടനകൾ. ദുരുപയോഗം ചെയ്യുന്നവരുടെ കൈകളിൽ നിന്ന് തോക്കുകൾ സുരക്ഷിതമാക്കുന്നതിനുള്ള പുതിയ നിയമനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സർക്കാർ ബില്ലിന് ഡിസംബറിൽ പാർലമെന്റ് അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ നാളിതുവരെ ബില്ല് പ്രാബല്യത്തിൽ വരുത്താൻ ലിബറൽ സർക്കാർ തയ്യാറായിട്ടില്ല. പാർലമെന്റ് പാസാക്കിയ ബില്ലിൽ അമാന്തം അരുതെന്നും വിവിധ വനിതാ സംഘടനാ പ്രതിനിധികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വ്യാഴാഴ്ച മുതൽ പ്രവിശ്യയിലെ ലൈസൻസ് ഉള്ള കൺവീനിയൻസ് സ്റ്റോറുകൾക്ക് ബിയർ, സൈഡർ, വൈൻ, റെഡി ടു ഡ്രിങ്ക് പാനീയങ്ങൾ എന്നിവ വിൽക്കാൻ അനുമതി. സ്കൂളുകൾക്ക് സമീപം മദ്യം വിൽക്കുന്ന കൺവീനിയൻസ് സ്റ്റോറുകൾ സുരക്ഷിതമല്ലാത്തതും നിരുത്തരവാദപരവുമാണെന്ന് പലരും ചൂണ്ടിക്കാട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ ഓന്റാരിയോയിലെ 10 സൈറ്റുകൾ അടച്ചുപൂട്ടുന്നതായി ആരോഗ്യമന്ത്രി സിൽവിയ ജോൺസ് അറിയിച്ചിരുന്നു. അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും ആശങ്കകൾ പരിഗണിക്കുന്നുവെന്നിരുന്നാലും മുൻ തീരുമാനം പോലെ സെപ്റ്റംബർ 5 തന്നെ തീരുമാനം നടപ്പാക്കുമെന്ന് ആൽക്കഹോൾ ആൻഡ് ഗെയിമിംഗ് കമ്മീഷൻ ഓഫ് ഓന്റാരിയോ അറിയിച്ചു. വാൻകൂവറിലെ വിക്ടോറിയ ഐലൻഡിലുള്ള പഞ്ചാബി ഗായകൻ AP ദില്ലന്റെ വീടിന് പുറത്ത് വെടിവെപ്പ് നടന്നതായി റിപ്പോർട്ട്. ലോറൻസ് ബിഷ്ണോയി സംഘത്തിലെ അംഗമായ രോഹിത് ഗോദര എന്നയാൾ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായി റിപ്പോർട്ടുണ്ട്. രാത്രിയിൽ ഒരാൾ വീടിന് പുറത്തു നിന്നും ഒന്നിലധികം തവണ വെടിയുതിർക്കുന്നത് CCTV ഫുട്ടേജിൽ നിന്നും വ്യക്തമാണ്. സംഭവത്തെപ്പറ്റി ഗായകനോ പോലീസോ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പാരീസ് ഒളിമ്പിക്സിന്റെ മിക്സഡ് വിഭാഗം ടേബിൾ ടെന്നീസ് ഡബിൾസിൽ വെള്ളി മെഡൽ നേടി ചരിത്രം സൃഷ്ടിച്ച ഉത്തര കൊറിയൻ താരങ്ങളായ കിം കും യോങ്ങും റീ ജോൺ സിക്കും ഉത്തര കൊറിയൻ ഭരണകൂടത്തിന്റെ വധഭീഷണിയിൽ. വെള്ളി മെഡൽ നേടിയതിനല്ല ഇരുവരും നിയമ നടപടികൾ നേരിടുന്നത്, മറിച്ച് മെഡൽ ദാന ചടങ്ങിനിടെ ചിരവൈരികളായ ദക്ഷിണ കൊറിയ, ചൈന താരങ്ങൾക്കൊപ്പം പുഞ്ചിരിയോട് നിന്ന് ഒരു സെൽഫി എടുത്തതാണ് അവർ ചെയ്ത കുറ്റം. ദക്ഷിണ കൊറിയൻ താരങ്ങൾക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് രാജ്യ താൽപര്യത്തിന് വിരുദ്ധമാണെന്നും ഇരുവർക്കുമെതിരെ നിയമ നടപടി വേണമെന്നും ആവശ്യമുയർന്നു. ഇക്കാര്യത്തിൽ രാജ്യത്തിന്റെ പരമാധികാരി കിം ജോങ് ഉൻ ഉടൻ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് വിവരം. കുറ്റം തെളിഞ്ഞാൽ വധശിക്ഷയടക്കമുള്ള ശിക്ഷാ നടപടികളാണ് താരങ്ങളെ കാത്തിരിക്കുന്നത്. നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ്. നേര്യമംഗലം സ്വദേശിയാണ് പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഊന്നുകൽ പോലീസാണ് കേസെടുത്തത്. നിവിൻ പോളിയടക്കം 6 പേരാണ് പ്രതികൾ. സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ദുബായിലെത്തിച്ച ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നതാണ് യുവതി നിവിൻ പോളിക്കെതിരെ ഉന്നയിച്ച പരാതി. കഴിഞ്ഞ വർഷം നവംബറിലാണ് പരാതിക്ക് നിദാനമായ പീഡനം നടന്നതെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ തനിക്കെതിരായ പീഡന വാർത്ത വ്യാജമെന്ന് നടൻ നിവിൻ പോളി. പ്രസ്തുത വാർത്ത തെറ്റാണ് എന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും നിവിൻ പോളി പറഞ്ഞു. അതിനായി ഏതറ്റം വരെയും പോകുമെന്നും താരം കൂട്ടിച്ചേർത്തു. പരാതിക്കാരിയെ തനിക്ക് അറിയില്ലെന്ന് നിവിൻ പോളി കൂട്ടിച്ചേർത്തു. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാപ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.